ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ കാച്ചാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രഹ്മിയാണ്. അപ്പോൾ ബ്രഹ്മി ഞാൻ ഓൾറെഡി നേരത്തെ മുതൽ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെച്ചാൽ അപ്പോൾ ബ്രഹ്മി എടുക്കാം കേട്ടോ. ബ്രഹ്മിയുടെയൊക്കെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ബ്രഹ്മിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുടിക്ക്. ഇത് നമുക്ക് താളിയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ബ്രഹ്മി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കേശവർദ്ധിനി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. കേശവർദ്ധിനിയൊക്കെ ഞാൻ ചെടിക്ക് ഈ നമ്മുടെ എണ്ണ കാച്ചാനായിട്ട് ഇടും കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇടാറുണ്ട്. അതിൻ്റെ ഒരെണ്ണമാണ് കേശവർദ്ധിനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തുനിന്ന് എനിക്ക് മമ്മി വരുമ്പോൾ കൊണ്ടുവന്ന് തന്നതാണ്. കുറേ ഞാൻ പിടിക്കാൻ നോക്കിയിട്ട് പിടിച്ചിട്ട് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് മുരിങ്ങയില ഇടും. ഈ കേശവർദ്ധിനി, മുരിങ്ങയില, ചെമ്പരത്തി, കറ്റാർവാഴ ഇതെല്ലാം നമുക്ക് മുടിക്ക് വളരെ ഗുണകരമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഞാൻ അതിനകത്ത് ഇടാറുണ്ട്. അപ്പോൾ ഇതെൻ്റെ മറ്റേ കുറ്റിമുരിങ്ങ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് തണ്ടുകൾ എൻ്റെ കയ്യെത്തുന്നത് അത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തിട്ടോ. ഇതൊക്കെ കൂടി ഞാൻ അരച്ചത്. പിന്നെ ഞാൻ 2-3 ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ശംഖുപുഷ്പം നമുക്ക് എല്ലാ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തുളസിയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. ഈ തുളസിയുടെ കൂടെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട്. കണ്ടല്ലോ, മുരിങ്ങയില, സവാള, ഉള്ളി, വേപ്പില ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതും, പിന്നെ നീലാമരി ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഫ്ലാക്സ് സീഡ്, ഉലുവ, ഈ കറ്റാർവാഴയൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പിടിച്ച് കിട്ടാത്തത് മറ്റേ നമ്മുടെ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, അതാണ് എനിക്ക് പിടിച്ച് കിട്ടാത്തത്. അപ്പോൾ അതെനിക്കില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് മിക്കവാറും ഞാൻ എണ്ണ കാച്ചി ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ എണ്ണ തീരുമ്പോൾ ഞാൻ കാച്ചി ഉപയോഗിക്കാം. ഏകദേശം ഒരു 1.5 ലിറ്റർ ഒക്കെ എണ്ണ ഞാൻ കാച്ചി വെക്കാറുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 1 വർഷത്തേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തത് നമ്മുടെ കയ്യുണ്ണിയാണ്. കയ്യുണ്ണിയൊക്കെ ഞാനിങ്ങനെ അവിടെ പല സ്ഥലത്തു നിന്നും പറിച്ചുകൊണ്ട് വന്ന് നട്ട് വെച്ചിട്ട് അത് വീണ്ടും നമ്മൾ ഉണങ്ങിപ്പോയാൽ വീണ്ടും അവിടെ നിന്ന് തന്നെ പൊടിച്ച് പുതിയത് വരും. അപ്പോൾ അങ്ങനെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ പറിച്ചെടുക്കാൻ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ ഈ ഇലകളൊക്കെ കൂടി നമ്മൾ മിക്സിയിൽ അരയ്ക്കും. ഞാൻ നെല്ലിക്കയൊക്കെ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ എണ്ണ കാച്ചാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ നെല്ലിക്കയൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയൊക്കെ ഞാൻ ഉണക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം അരച്ച് ചേർക്കുന്നുണ്ട്. നെല്ലിക്ക, ഉലുവ, ഉള്ളി, സവാളയും ഉള്ളിയും, പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം ഞാൻ പിന്നെ ഒരു 2-3 കുരുമുളകൊക്കെ ഇടും കേട്ടോ. കാരണം നമുക്ക് ഈ തലയിൽ തണുപ്പ് വരുമ്പോൾ ഒരു നീർദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് പനിക്കൂർക്ക, തുളസി ഇല, പിന്നെ നമ്മുടെ കറ്റാർവാഴയൊക്കെ നന്നായിട്ട് ഇടും കേട്ടോ ഞാൻ. പിന്നെ നമ്മുടെ മുരിങ്ങയില, കേശവർദ്ധിനി, പിന്നെ ചെമ്പരത്തിയുടെ പൂവ് എനിക്ക് കിട്ടിയില്ല, പകരം ഞാൻ ഇല കുറച്ച് ഇടുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടികൾക്കും എനിക്കും ഹസ്ബൻഡ് എല്ലാവരും തേക്കുന്നത് ഞങ്ങൾ കാച്ചിയ എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ ഇലയാട്ടോ അതും ഞാൻ ഇടുന്നുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് പനിക്കൂർക്ക, ഇതൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. നീലാംബരിയുടെ പൊടി, മൈലാഞ്ചിയുടെ പൊടിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എല്ലാം ഇടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ വേപ്പില ഇതെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കരിഞ്ജീരകത്തിൻ്റെ പാക്കറ്റ്, ഇതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ നീലാംബരിയുടെ ഇല എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ ഉണക്കി വെക്കുകയാണ് ചെയ്തത്. ഫ്ലാക്സ് സീഡ് നമ്മളത് മുഴുവനൊന്നും ചേർക്കത്തില്ല കേട്ടോ, കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ. പിന്നെ ഇത് നെല്ലിക്ക് ഞാൻ ഉണക്കി വെച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള മൈലാഞ്ചിയുടെ പൊടി, മൈലാഞ്ചി ഓൾറെഡി ഞാൻ ഇല ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയപ്പോൾ നീലാംബരിയും മൈലാഞ്ചിയൊക്കെ ഉണക്കി ഞാൻ പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കിയതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേപ്പില നമുക്ക് സ്വന്തമായിട്ട് വേപ്പില ഉണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. കുറേശ്ശെയായിട്ടാണ് അരയ്ക്കുന്നത്, മൊത്തത്തിൽ നമുക്ക് അരച്ച് കിട്ടത്തില്ല. ഇനി ഇത് ഉലുവയൊക്കെ നമുക്ക് ശരിക്കും അരഞ്ഞ് കിട്ടാനൊക്കെ പാടായിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഉലുവ നമുക്ക് അതിൽ ഇട്ട് തന്നെ എണ്ണ കാച്ചാവുന്നതാണ്. ഞാൻ എൻ്റെ മൂത്ത മകൾ 2 വയസ്സുള്ളപ്പോൾ മുതലേ ഞാൻ ഈ എണ്ണ കാച്ചിയതാണ് വീട്ടിൽ എണ്ണ കാച്ചാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ എണ്ണ കാച്ചിയത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഈ എണ്ണ കാച്ചിയത് വെച്ചിട്ടാണ് തേക്കുന്നത്. പിന്നെ നമ്മുടെ മുടിയുടെ
ഗുണവും അല്ലെങ്കിൽ മുടി വളരുന്നതും നമ്മുടെ മക്കളുടെ മുടിയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഏകദേശം ഒരു 2-3 വർഷം മുന്നേ വരെ നമ്മൾ നല്ല രീതിയിൽ പറ്റ പോലെ വളരെ നന്നായിട്ട് ലെങ്ത്ത് കുറച്ച് വെട്ടിയിട്ടുള്ളതാട്ടോ. പിന്നെ എൻ്റെ മുടി നമ്മൾ കണക്കാക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ട്. അപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് അപ്പം നമുക്ക് ആ മുടി നന്നായിട്ട് കൊഴിയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണ കാച്ചിയത് കൊണ്ട് മാത്രം നമുക്ക് നല്ല മുടി കിട്ടണമെന്നില്ല. നമ്മൾ ഈ പുറമേ ഉള്ള ഹെയർ ഓയിൽസൊക്കെ തേക്കുമ്പോൾ നമുക്ക് എന്താ മുടി വളരാത്ത എന്നുള്ളൊരു ഡൗട്ട് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. മിനിമം നമ്മളൊരു 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി, കാൽസ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ, കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മുടിയൊന്നും ഉണ്ടാവത്തില്ല. മുടിയൊക്കെ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ മുടി നന്നായിട്ട് വളരില്ല. പിന്നെ മുടിക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഇ, ബയോട്ടിൻ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടണം. പിന്നെ ഇതുള്ളത് നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമുക്ക് ഏത് ഡോക്ടറെ കണ്ടാലും എനിക്ക് മുടി വളരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിലോ അപ്പുറം എനിക്ക് മുടിക്ക് നല്ല വളർച്ചയോ തിക്നെസ്സോ ഒന്നും അധികം വരത്തില്ല. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ, 4 പ്രഗ്നൻസി 4 ഡെലിവറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റാണ്. ഒരു 1 ഇയർ 2 ഇയർ എങ്കിലും നമുക്ക് ഈ ആഫ്റ്റർ ഡെലിവറി നമുക്ക് നന്നായിട്ട് മുടി കൊഴിയും. അതായത് കുഞ്ഞിന് പാല് കൊടുക്കുന്ന നിർത്തുന്നതൊക്കെ വരെ നമുക്ക് ഈ കാൽസ്യത്തിൻ്റെ കുറവും പിന്നെ നമ്മുടെ ഈസ്ട്രജൻ ഹോർമോൺ നല്ല പിക്ക് ലെവലിൽ കൂടും പ്രഗ്നൻസി ടൈമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ ഈസ്ട്രജൻ ഹോർമോൺ നന്നായിട്ട് അങ്ങോട്ട് കുറയാൻ തുടങ്ങും. അപ്പോൾ ഏകദേശം ഡെലിവറി കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊക്കെ മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങുന്നത്. എനിക്കങ്ങനെയായിരുന്നു. ഇനി മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് കേട്ടോ ഇതിടുന്നത്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബ്രഹ്മിയുടെ ഇലയൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. അതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്, നല്ല ഹെൽത്ത് വൈസാണ്. അപ്പം ഞാനിത് കുറേ നേരം വിറകടുപ്പിൽ ഇതിങ്ങനെ തിളപ്പിക്കേണ്ടി വന്നു. തിളപ്പിച്ചിട്ട് പിന്നെ ഞാൻ അതിനൊരു പാകമുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് നമ്മളിതൊരു തുണിയിൽ മുക്കി നോക്കും ഈ എണ്ണയിലേക്ക്. എന്നിട്ട് അത് തീയിലേക്ക് കാണിക്കുമ്പം പൊട്ടണ സൗണ്ട് പോലെ വരികയാണെങ്കിൽ അതിൻ്റെ ജലാംശം വറ്റിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പൊട്ടുന്ന സൗണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജലാംശം അതിൻ്റെ വറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ചട്ടി ഇറക്കി വെക്കും കേട്ടോ. അപ്പം ഞാനിത് ഒരുപാട് ഐറ്റംസൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഈ എണ്ണ കാച്ചുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പലരുടെ അടുത്തുനിന്ന് മേടിക്കുന്ന എണ്ണകൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ ഒരുപാട്. പിന്നെ ഓരോ സാധനങ്ങൾ ഇട്ട് കാച്ചുന്ന എണ്ണയ്ക്കും ഓരോ പേരിടാം. ഇതിപ്പോൾ ഞാൻ കാച്ചുന്ന എണ്ണ ആയതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ.